പിന്നെ അവിടെ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു 4 പേര് നിർത്തണം. ആ സൈഡിൽ നിന്ന് വരുന്നവരെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. VIP ലോഞ്ചിന് അവിടെ ആളുണ്ടല്ലോ അല്ലേ? അവിടെ ഒരു 6 പേരുണ്ട് സർ. ഷെരീഫിനാണ് ചാർജ്. ഏതായാലും മന്ത്രി കൂടി വരുന്നത് നന്നായി. അല്ലെങ്കിൽ സച്ചിദാനന്ദനും ഐസക്കിനും എന്തിനാ ഇത്രയും സെക്യൂരിറ്റി കൊടുത്തതെന്ന് ചോദിച്ച് പത്രക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയാൽ പോകാൻ പറയണത്. ശിവരാമൻ സർ, സച്ചിദാനന്ദന്റെയും ഐസക് തോമസിന്റെയും കാറിന്റെ പുറകെ നമ്മുടെ ഒരു ജീപ്പ് ഉണ്ടാവണം സർ. അതുപോലെ സച്ചിദാനന്ദന്റെ നാളത്തെ പ്രസ് കോൺഫറൻസിനും ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം സർ. എയർപോർട്ട് സ്റ്റാഫാണോ? അതെ സർ. ഷോ യുവർ ID. എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങള്? How are you, Anand? Fine, sir. ഫ്രെഡി, കൊള്ളാം. എനിക്കൊരു രക്ഷക. നിന്നോടെല്ലാം തുറന്നു പറഞ്ഞ അന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എന്നെ തടയാൻ നോക്കരുതെന്ന്. നിനക്ക് ഈ തീ കെടുത്താനാവില്ലെന്ന്. വിജയ്, അറിഞ്ഞുകൊണ്ട് വിജയൻ ഇനി ഒരു തെറ്റ് ചെയ്യാൻ. തെറ്റോ? ശരി, എന്റെ മാത്രം ശരി. ശേഷക്രിയ ചെയ്യുന്ന പവിത്രതയോടെ ഞാനത് ചെയ്യും. ഇനി തടഞ്ഞാൽ വിജയ്, ഞാൻ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അതെ സാർ. ഇന്നത്തെ പത്രസമ്മേളനത്തിന് എന്താ പ്രത്യേകത? പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട്. ഞങ്ങളുടെ കയ്യിൽ ബോംബൊന്നും ഇല്ല കേട്ടോ. ഒരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഭീഷണി. അതായത് ഈ ₹1 നാണയം കയ്യിലുണ്ടെങ്കിൽ ആർക്കും ട്രെയിൻ ലേറ്റ് ആക്കാം, ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കാം, പിന്നെ നാട്ടുകാരെ ഞങ്ങൾ ഈ പോലീസിനെയൊക്കെ ചുമ്മാ ബുദ്ധിമുട്ടിക്കാം. സോ പ്ലീസ്. ഓക്കെ സർ. ശിവരാമൻ, ആരുടെ മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളിലേക്ക് വരുന്ന ഓരോ വണ്ടിയും തറവായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ശരി. ഓക്കെ. ഹലോ, എന്താ ഇവിടെ ഈ പോലീസും ബഹളമൊക്കെ? അതൊന്നും ഇത്ര കാര്യമാക്കണ്ട. ആരോ ഒരാൾ എന്തോ കുഴപ്പം നടക്കാൻ പോണെന്ന് മറ്റോ വിളിച്ചു പറഞ്ഞു. ഓഹോ, പേടിക്കൊന്നും വേണ്ട. പക്ഷെ പോലീസ് എന്റെ പുറകിൽ നിന്നല്ലേ പറ്റുള്ളൂ. ഷുവർ, ഓക്കെ. കാര്യങ്ങൾ Excuse me. Open the door. It's not my problem. നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു നോക്കാം. That also.
അങ്ങനെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുവാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഈ നാട്ടിലെ വ്യവസായികൾ നൽകുന്ന പിന്തുണയ്ക്കുള്ള ഉദാഹരണമാണ് സാഷ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുതിയ പുത്തൻ സംരംഭം എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്ത് പരമ്പരാഗതം സാർ? അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് നല്ല കാലം കൊണ്ടുവരാനായി മന്ത്രിയുടെ ഒപ്പം ഐസക് തോമസ് നിങ്ങളും വിമാനം കയറിയത് യൂറോപ്പിലാകെ വേരുകളുള്ള ഹവാല റാക്കറ്റുമായി ബന്ധം സ്ഥാപിക്കാനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? എന്താ ഈ പറയണേ? മന്ത്രിക്കൊപ്പം ഞാനും ഐസക് തോമസും യൂറോപ്പൊക്കെ ചുറ്റി കറങ്ങിയെന്നോ? അല്ല സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. രാവിലെ തിരുവനന്തപുരത്ത് തിരിക്കുന്ന വേണാട് എക്സ്പ്രസിൽ ഒരു 2000 പേരെങ്കിലും ഉണ്ടാവും. അവരെല്ലാരും കൂടെ ലോകാര്യത്തിന് പോവുകയാണോ സുഹൃത്തെ? എന്റെ ഗതികേടിന് ഞാൻ പോയ ഫ്ലൈറ്റിൽ മന്ത്രി ഉണ്ടായിരുന്നു. അത് സത്യം. ശിവരാമൻ, അപ്പോൾ ഇതും സത്യമാണോ? അല്ല, സച്ചിദാനന്ദ മുതലാളിക്ക് രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഡിസ്റ്റിലറി ഉണ്ടെന്ന് എന്നാര് പറഞ്ഞു? അല്ല, ഒരു ചാനലിൽ അതേക്കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. പറഞ്ഞത് ശരിയാ. ഒരു സ്റ്റോറി, കഥ വെറും കെട്ടേതാ. ഇപ്പൊ പിന്നെ എല്ലാ ചാനലുകളിലും മെഗാ സീരിയലുകളുടെ കാലമല്ലേ? ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാം ഒക്കെ ഒരു സീരിയൽ പരുവാ. അല്പം കണ്ണീര്, വയലൻസ്, 1, 2 ക്ലൈമാക്സ്. സത്യമൊക്കെ പണ്ടായിരുന്നു. അല്ല, സ്പോൺസർമാരെ കിട്ടണ്ടേ ചെയ്യണ പരിപാടിക്ക്? മനുഷ്യനെ പിടിച്ചിരുത്തണ്ടേ? എനിക്കാണെങ്കിൽ ആ ചാനലിനോട് ഒരു വിരോധവും ഇല്ല. വേണ്ടിയല്ലേ? പക്ഷേ ടിവിയിൽ ഞങ്ങളെല്ലാം കണ്ടതോ? ടിവിയിൽ അങ്ങനെ പലതും കാണും. ഇല്ലാത്തത് പലതും കെട്ടിച്ചമച്ച് എന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശിവരാമൻ, അതെ, മറ്റുള്ളവർ പറയാൻ ധൈര്യപ്പെടാത്തത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ ചാനലിന്റെ ലക്ഷ്യം. ട്രൂ വിഷൻ. അതിൽ ഉപജാപമില്ല, കള്ളക്കളിയുമില്ല. സാഷ് കോളയുടെ ബോട്ട്ലിംഗ് യൂണിറ്റിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന ഡിസ്റ്റിലറിയിൽ നിന്ന് ലിറ്റർ കണക്കിന് അനധികൃത സ്പിരിറ്റാണ് പുറത്തേക്ക് ഒഴുകുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ ഡിസ്റ്റിലറിയിൽ അമൃതൊഴുകുന്ന അവിടുത്തെ പൈപ്പ് ലൈനുകളും കണ്ട് കോരിത്തരിച്ചിരിക്കുകയാണ് സാർ ഈ നാട്ടിലെ ജനങ്ങൾ. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കണ്ട എന്നാണോ സച്ചിദാനന്ദൻ മുതലാളി പറയുന്നത്? നിങ്ങളുടെ കെമിക്കൽ ഫാക്ടറിക്ക് വർഷങ്ങളായി റോ മെറ്റീരിയൽ സബ്സിഡിയായി നൽകിയതിന്റെ പേരിൽ സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടം കൂടി കണക്കിലെടുത്തിട്ട് മതി പരമ്പരാഗത വ്യവസായങ്ങളെ ഉദ്ധരിക്കുന്നത്. ഏതാണ്ട് 8 കോടി രൂപ അല്ലേ? എന്ത് പറ്റിയോ? നീ 2 ഉമ്മാക്കി കണക്ക് പറഞ്ഞ് സച്ചിദാനന്ദനെ വരട്ടാൻ നോക്കണ്ട. നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. തീർച്ചയായും ഞാൻ ഹലോ ജോൺ, ഒരു ക്യാമറ ഇട്ടായിടോ. You are under arrest. What? സർ, സച്ചിദാനന്ദന്റെ ഓട്ടോപ്സി റിപ്പോർട്ട്. ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ് റിസൾട്ടിംഗ് ഇൻ ഇമ്മീഡിയറ്റ് ഡെത്ത്. കൊള്ളാം. വിജയിന് വെറുതെ ഇനിയും പൈസ ഈ റിപ്പോർട്ട് വെള്ളം തൊടാതെ വിഴുങ്ങ ഒരു വിട്ടിയല്ലോ ഞാൻ. ഹലോ സാർ, സാർ സാർ അത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ റിപ്പോർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്. സാർ ഓക്കെ സാർ. പ്രസിദ്ധനായ ഒരു മീഡിയ പേഴ്സണെ കാരണമൊന്നുമില്ലാതെ പീഡിപ്പിച്ചതിന് എനിക്ക് ചിലപ്പോൾ സസ്പെൻഷൻ കിട്ടുമെന്ന്. ഇറക്കി വിടുന്നു അയാളെ.
വിജയ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഹാർട്ട് അറ്റാക്ക്. ഇതിനകത്ത് ന്യൂസ് കിട്ടിയോ? പിന്നെ നിനക്ക് വിരോധമില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പോ. ഇവിടെ നിന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്ന്. അല്ലെങ്കിൽ ആനന്ദിനെതിരെ നടപടി ഉണ്ടാവും. ശിവരാമേട്ടൻ വരട്ടെ. പിന്നെന്താ, ആയിക്കോട്ടെ. എന്നാലും ഈ സമയത്തുള്ള സച്ചിദാനന്ദം മുതലാളിയുടെ മരണം നമുക്ക് വലിയൊരടിയായിപ്പോയി. ഒന്ന് നിർത്തടോ. മരിച്ചവരെ ഓർത്ത് തലമുണ്ണാക്കാനുള്ള സമയമല്ലത്. അധികാരത്തിൽ തിരിച്ചു വരാനുള്ള എന്റെ അവസാനത്തെ അവസരമാണ്. അത് കരുതി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. സാറ് പറഞ്ഞത് ശരിയാ. ഇത് നമ്മൾ കലക്കും സാർ. നമ്മുടെ റാലി കഴിഞ്ഞാ പിന്നെ ഒരു ദേവലോകത്തെ ഗ്രൂപ്പ് കാരണം സാറിനെ തൊടാൻ പറ്റുകല. പക്ഷെ യുവജന സംഘം എന്നൊക്കെ പറയുമ്പോ എന്നാ ചെലവാ. പ്രതിപക്ഷത്തിരുന്നോണ്ടുള്ള പിരിവ് പോലെ വിഷവും പിടിച്ച പാണ്. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. വേണ്ടതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന എല്ലാവരെയും ഈ റാലിക്ക് കൊണ്ടുവരണം. പേരിൽ യുവജനമെന്നുണ്ടെങ്കിലും നമ്മൾ ആരെയും ഒഴിവാക്കരുത്. ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് എനിക്കിനിയും വ്യക്തമല്ല. ശത്രു ആരാണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു. ശത്രു ആരാണെന്ന് അറിഞ്ഞു സാർ. CI ശിവരാമൻ സാറിന്റെ പേഴ്സണൽ ഫയൽ ഞാൻ ചോർത്തി. ജസ്റ്റിസ് മേനോനെയും തമ്പുരാൻ സാറിനെയും സച്ചിദാനന്ദ മുതലാളിയെയും കൊന്നത് ആരാണെന്ന് സാറിന് അറിയണ്ടേ? സാറിന് അറിയേണ്ട പല കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. അപ്പോ ഞാനിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ? പക്ഷെ വിജയ്, വേണ്ട, കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ചെയ്യാൻ ബാക്കിയുള്ളത് എനിക്ക് ചെയ്തേ പറ്റൂ. ഈ സ്വാർത്ഥത പൊറുക്കണം. ഇപ്പൊ ഇവിടെ വന്നൊന്ന് കണ്ടില്ലെങ്കിൽ ഇനി അതിന് കഴിഞ്ഞില്ലെന്ന് വരും. ആലോചിക്കുമ്പോ ഒറ്റ കാര്യത്തിലെ എനിക്ക് കുറ്റബോധമുള്ളൂ. ഓർക്കാൻ നല്ലതൊന്നുമില്ലാത്ത നിനക്ക് ഒന്നും തരാനായില്ലല്ലോ. അങ്ങനത്തെ മോഹമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ വേണ്ട. എനിക്കിതൊക്കെ ശീലമായി. ഞാൻ പോകുന്നു. ഇത്തവണ പറയാൻ ആശംസകളില്ല. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? അയാളെവിടെ? പറ, അയാളെവിടെ? ഡ്രോപ്പ് ദി ആക്ട്. സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് ഞാൻ. സ്വാബ് ആൻഡ് ഷിവൽറസ്. പക്ഷേ എൻ്റെ അടുത്ത് വേഷം കെട്ട് കാണിച്ചാൽ പെണ്ണായി പിറന്നതിന് ഈ ജന്മം മുഴുവൻ നീ ദുഃഖിക്കേണ്ടി വരും. ഇനി പറ, അയാൾ എവിടെയുണ്ട്? വിജയ് ഇവിടെ കൊണ്ടൊളിപ്പിച്ചിരിക്കുന്ന ചന്ദ്രൻ നായർ, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ. ഇവിടെ അങ്ങനെ ആരുമില്ല. ഈ മൂടൽ വീണ കണ്ണുകളിൽ കണ്ട കാര്യം പുറത്തു പറയാതിരിക്കുന്നത് അവനെ രക്ഷിക്കാനാണെങ്കിൽ നിനക്ക് തെറ്റി. ഒരു തുക്കട ചാനലിന്റെ ബലത്തിൽ ഈ ഐസക്കിനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്നാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അവനും തെറ്റി. അവന്റെ സമയം ഞാൻ കുറിച്ചു കഴിഞ്ഞു. ഹീസ് മാർക്ഡ് ഫോർ ഡെത്ത്. അറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു, ഐസക് ഇനി നിന്റെ മുന്നിൽ വരാതിരിക്കാൻ. വന്നാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് കേൾക്കാം ചെവിയിൽ മരണം മന്ത്രിക്കുന്നത്. ദി വിസ്പർ ഓഫ് ഡെത്ത്.
പോയി വിജയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞ എല്ലാം ഉണ്ട്. നമസ്കാരമുണ്ട് ചന്ദ്രൻ നായരെ. എത്ര നാളായി കണ്ടിട്ട്? ഒരു 10-20 വർഷമായി കാണും. വർഷം 20 ആയാൽ എന്താ, ഒന്നും മറന്നിട്ടില്ലല്ലോ. കൂടെ നിൽക്കുന്നവനെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവനാണ് ഈ ഐസക്. നിങ്ങൾ എന്നെ സഹായിച്ചു, നല്ലവണ്ണം സഹായിച്ചു. ചന്ദ്രൻ നായർക്ക് മാത്രം അറിയാവുന്ന എന്റെ രഹസ്യങ്ങൾ 20 വർഷം ആരോടും പറയാതെ സൂക്ഷിച്ചില്ലേ? പക്ഷെ ഇപ്പോ ഒരു പിഴവ്, അല്ലേ? ആർക്ക്? നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ തളർന്നുപോയ പഴയ ചന്ദ്രൻ നായരല്ല ഇത്. എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ ഒരാളുണ്ട്, മാധവേട്ടന്റെ മകൻ. അറിയാം, എനിക്കെതിരെയുള്ള അവന്റെ തുറുപ്പ് ചീട്ട് നീയാണ്. പക്ഷെ നിന്റെ കണക്കുകൾ ഇതാ ഇപ്പോ ഇവിടെ തീരുന്നു. എ ക്ലീൻ ഫൈനൽ സെറ്റിൽമെന്റ്. ജാസ്മിൻ, നമുക്ക് 2 പേർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ജാസ്മിൻ ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ലാത്തൊരു കാര്യം. ഞാൻ വിജയേട്ടെന്ന് വിളിക്കുന്ന ജാസ്മിന്റെ വിജയ് 3 കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയാണ്. 4ാമത്തേത് ഐസക്. നാച്ചുറലി ആൾ റിയാക്ട് ചെയ്യും ജാസ്മിൻ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജാസ്മിനെ ഭീഷണിപ്പെടുത്തതിന്റെ പേരിൽ ഐസക്കിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാം. പക്ഷെ അവിടെ എന്ത് പ്രയോജനം? ഒന്നുകിൽ വിജയ് ഐസക്കിനെ കൊല്ലും, അല്ലെങ്കിൽ ഐസക് വിജയനെ. അതെ, അത് നടക്കരുത്. വിജയനെ രക്ഷിക്കാൻ ജാസ്മിന്റെ മുമ്പിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, നിയമത്തിന്റെ വഴി. അറിയാവുന്നത് മുഴുവൻ എന്നോട് തുറന്ന് സമ്മതിക്കുക. Then let law take its own course. ഹലോ സർ, ഞാനാണ് ജോൺ. ആ ചന്ദ്രൻ നായരെ ആരോ കൊന്നു സർ. ബോഡി ലെവൽ ക്രോസ് റോഡിൽ നിന്നാണ് കിട്ടിയത്. ശരി, ഞാനെത്താം. താനോടുണ്ടാവണം. അറിഞ്ഞുകൊണ്ട് വിജയന് ഇനിയൊരു തെറ്റിന് ഞാൻ വിട്ടുകൊടുക്കില്ല. വിജയ് എന്തിനിതൊക്കെ ചെയ്തു എന്ന് കോടതിയിൽ പറയാൻ ചന്ദ്രൻ നായരുണ്ട്. അതെ, ചന്ദ്രൻ നായരുണ്ട്. സോ ഞാൻ എല്ലാം പറയാം. ഈ വീഡിയോ കാസറ്റിൽ എല്ലാം സംബന്ധിച്ചുകൊണ്ടുള്ള ജാസ്മിന്റെ സാക്ഷിമൊഴിയാണ്. സർ, ദേഷ്യപ്പെടരുത്. ഞാൻ വിജയെ ന്യായീകരിക്കല്ല. പക്ഷെ എല്ലാറ്റിനും ഒടുവിൽ ഐസക് തോമസിനെ പോലുള്ള ഒരു ക്രിമിനൽ രക്ഷപ്പെടുന്നു. ഈ
ഇപ്പോൾ അയാൾ ദേശസ്നേഹം മൂത്ത് യുവജനങ്ങളെ സംഘടിപ്പിക്കുക, എങ്ങനെയെങ്കിലും വയസ്സുകാലത്ത് അധികാരത്തിൽ തിരിച്ചു വരാൻ. അങ്ങനെയെങ്ങാനും പറ്റിപ്പോയാ നമ്മളും അയാൾ സല്യൂട്ട് ചെയ്യും, സാർ? തെറ്റ് ചെയ്യുന്നത് ആരായാലും ശിക്ഷിക്കപ്പെടും, തീർച്ചയായും. ഐസക് തോമസിനെ പോലെ പണവും അധികാരവും ഉള്ളവരെ നമുക്ക് തൊടാൻ പറ്റില്ല. You wait and see. ചന്ദ്രൻ നായരെ കൊന്നതോടെ ചെയ്തതൊന്നും ആരും അറിയില്ലെന്നാണ് അവൻ കരുതുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും സാർ? അയാളിന്ന് വലിയൊരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്താനുള്ള അവന്റെ പൊളിറ്റിക്കൽ ഗിമിക്, ആൾക്കൂട്ടത്തെ മയക്കുന്ന അവന്റെ ജാലവിദ്യയിൽ ഇനിയൊരു ചെറുപ്പക്കാരനും വഴിതെറ്റരുത്. The last move. ഇന്ത്യൻ ദേശീയതയ്ക്ക് ജീവൻ കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് പൂർണ്ണമായും ജീർണിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ അടിമുടി ശുദ്ധീകരിക്കുന്നതിനും ജനാധിപത്യ മര്യാദകൾ പുനഃസ്ഥാപിക്കുന്നതിനും ശ്രീ ഐസക് തോമസ് നടത്തുന്ന ധീരമായ ശ്രമങ്ങൾക്ക് ഈ നാട്ടിലെ ലക്ഷോപലക്ഷം യുവജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും സങ്കുചിതമായ വ്യക്തി താല്പര്യങ്ങളിലും മനം മടുത്ത് കഴിഞ്ഞ 3 വർഷങ്ങളായി പാർട്ടി നേതൃത്വത്തിൽ നിന്നും വിട്ടുനിന്ന ഐസക് തോമസ് പാർട്ടിയെ ഒരു നവോത്ഥാനത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ യുവജന സംഗമം, ഈ ഐക്യദാർഢ്യ സമ്മേളനം കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായമാണ് വഴിത്തിരിവാൻ. ഇതൊരു ജനകീയ പ്രസ്ഥാനം എന്നുവെച്ച് വഴിതെറ്റി വരുന്ന എല്ലാവർക്കും വന്ന് കയറാനുള്ള ഒരു വേദിയല്ല ഇത്. അതിനൊരു മിനിമം യോഗ്യതയൊക്കെ വേണം. കൊള്ളാവുന്നവരുടെ കോലം കത്തിച്ചാലൊന്നും അത് കിട്ടില്ല. സത്യത്തിൽ ജരാനര ബാധിച്ച നേതൃത്വത്തിലല്ല, യുവത്വത്തിന്റെ ചൈതന്യധാരയിലാണ് കേരളത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. യുവാക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ലക്ഷ്യബോധവും രാഷ്ട്രീയ പ്രതിബദ്ധതയും വീണ്ടെടുക്കുന്ന ഈ മുഹൂർത്തത്തിന് ഒരു നിമിത്തമാവാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇതെന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. ഇന്ന് എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഹലോ ഹലോ വെൽക്കം ടു ട്രൂ വിഷൻ. നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കാൻ കർമ്മനിരതരായിരിക്കുന്ന നിങ്ങളേവർക്കും അഭിവാദ്യങ്ങൾ. കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളുടെ രക്ഷകനായി സ്വയം നിങ്ങളുടെ മുന്നിൽ അവതരിച്ച ഐസക് തോമസിന്റെ വീരാവദാനങ്ങൾ കേട്ട് ഉത്തേജിതരായിരിക്കുന്ന നിങ്ങളറിയാൻ അദ്ദേഹത്തിന്റെ ചില സത്കൃത്യങ്ങളുടെ കഥകൾ ഇനിയും ബാക്കിയുണ്ട്. ഈ അനുഭവ കഥ നിങ്ങളോടൊപ്പം പറയുന്ന റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. സത്യത്തിന്റെ വില സ്വന്തം ജീവനാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ ഒരു രക്തസാക്ഷി കൂടി. പേടിയോ? എനിക്ക് ഒരാളെ മാത്രമേ പേടിയുള്ളൂ, മനസാക്ഷിയെ. ഈ കുറ്റസമ്മതത്തിൽ പറഞ്ഞ റിട്ടയർഡ് ജസ്റ്റിസ് ശേഖരമേനോൻ, റിട്ടയർഡ് DGP RV തമ്പുരാൻ, അബ്കാരി സച്ചിദാനന്ദൻ എന്നിവർ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്നു, ഐസക് തോമസ്. ഇന്നിവിടെ കൊല്ലപ്പെടുന്നു. തക്ക സമയത്തിന് നിങ്ങൾ വന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന വിജയില്ല. അയാൾ ഇവിടെ എവിടെയോ ഉണ്ട്. നോക്കൂ, അയാൾ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി എന്നെ കൊല്ലുമെന്ന് തട്ടം ചെയ്തു. കസ്റ്റഡി
പോലീസ് തീരുമാനിക്കുക. പോലീസ് തീരുമാനിക്കുക. പ്ലീസ്, നിങ്ങൾ ഞാൻ പറയുന്നേക്കൂ. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. പോലീസ് തീരുമാനിക്കുക. വിജയനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അറ്റ് എനി കോസ്റ്റ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതോ ഒരു കൊലയാളി എന്തോ ഒരു നുണക്കഥ വിളിച്ചു പറഞ്ഞാലുടൻ എന്നെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ മാത്രം വിഡ്ഢിയാണോ? ഇനി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിജയനെ രക്ഷിക്കാനുള്ള ശ്രമമാണെങ്കിൽ പക്ഷെ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. ഈ കള്ളക്കഥ പറയുന്ന ചന്ദ്രൻ നായർ എനിക്ക് അറിയുക കൂടിയില്ല. പക്ഷേ ഫ്രെഡിക്കറിയാം നിങ്ങൾ ചന്ദ്രൻ നായരെ കൊലപ്പെടുത്തിയതിനുള്ള ദൃക്സാക്ഷി, പിന്നെ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള പാർട്ട്ണർ ഇൻ ക്രൈം ജോൺ വർഗീസ്. Now, shall I take you into custody? Shivaraman, sir, give him the warrant. എനിക്കറിയാമായിരുന്നു ഒരു കാത്തിരിപ്പിന്റെ അവസാനം എനിക്ക് നിന്നെ കിട്ടുമെന്ന്. ഇനി ഒരു നിയമത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. Your fate is sealed. നിന്നെ മാത്രം വിശ്വസിച്ച് ഏത് യുദ്ധത്തിനും തയ്യാറായി വന്നിരിക്കുന്ന കുറെ ചെറുപ്പക്കാരവിടെയുണ്ട്. അവരോടെല്ലാം നീ ഏറ്റു പറയണം. നിന്റെ യഥാർത്ഥ മുഖം അവരറിയണം. ചെല്ല്. ഞാൻ പറയാം, എല്ലാം പറയാം. ചന്ദ്രനായർ പറഞ്ഞതൊക്കെ സത്യം. മാധവേട്ടന്റെ ഭാര്യ ശ്രീദേവിയെ ഞാൻ ചതിക്കായിരുന്നു. ചന്ദ്രനായരെ ഭീഷണിപ്പെടുത്തി മാധവേട്ടനെ കൊല്ലിച്ചത് ഞാനാ. എല്ലാ കുറ്റവും ഞാൻ ഏൽക്കുന്നു.